ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കുറേ കമൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര ഡൗൺ ആയി പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ 2-3 എനിക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ, നമ്മളുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഒരാൾ, നമ്മൾ അമ്മാമ്മനല്ല, ഫ്രണ്ടല്ല, അച്ഛനല്ല, അമ്മയല്ല, നെയ്ബറല്ല, ഒന്നുമല്ല, നമ്മളെക്കുറിച്ച് ഒരു പെർസെൻറ്റേജ് പേഴ്സണലി അറിയാത്ത ആൾ ഏതോ ഒരു മൂലക്ക് നിന്നിട്ട് അയാളുടെ ഫ്രസ്ട്രേഷൻ, അയാളുടെ മെൻ്റൽ പ്രോബ്ലം, അയാളുടെ സ്ട്രെസ്സ്, ഇതൊക്കെ കാരണം മറ്റുള്ള ആളുടെ ഒരു ഹാപ്പിനെസ് കാണുമ്പം നെഗറ്റീവ് പറയുന്ന ഒരാൾ നെഗറ്റീവാണ്. ഞാൻ ഒരിക്കലും ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോസോ ഒരു ഫോട്ടോസോ എന്തോ ആയിക്കോട്ടെ, എന്ത് മോശമായാലും ശരി, നല്ലതായാലും ശരി, നല്ലതായപ്പോൾ നല്ലത് പറയും, മോശമായി കഴിഞ്ഞാൽ എന്നെ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സൊസൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ നമുക്ക് പറയാം, ആരെയും ഹാം ചെയ്യാം, അതൊരു ഒപ്പീനിയൻ വരാം, അത് ഓക്കെ. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള നിങ്ങളൊരു ബെസ്റ്റ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു മെമ്മറീസോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് തോന്നിയിട്ട് നിങ്ങളിട്ടൊരു ഡ്രസ്സ്, അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങളെ സന്തോഷത്തിന് ഒരു പോസ്റ്റ് ചെയ്തു, അത് കണ്ടിട്ട് എനിക്ക് നെഗറ്റീവ് തോന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്നാൽ ഞാൻ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഞാൻ പ്രോസസ്സ് ചെയ്യാണ് നെഗറ്റിവിറ്റി. ഞാൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് പറയുന്നതും നെഗറ്റീവ് എഴുതുന്നതും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. നിങ്ങൾ പറയുന്ന നെഗറ്റീവ് എന്നെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നെഗറ്റീവ് ആകണം. അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മളെ പ്രിക്ക് ചെയ്യും. ഇപ്പം മെറീന ചില സമയത്തൊക്കെ ഇത് നമ്മളെ പോലെ അല്ലല്ലേ നിങ്ങളൊക്കെ. ഇവർക്ക് നിങ്ങളുടെ മന്ത്ലി സൈക്കിൾ വരുമ്പോൾ നിങ്ങളുടെ ഹോർമോൺ അപ്പ് ആൻഡ് ഡൗൺ ആകും, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ വരുമ്പം ഇഷ്യൂസ് വരും. അപ്പോൾ അത് ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ വേറെയാണ്. മെറീന ചില കമൻസും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് സ്ട്രെസ് ഔട്ട് ചെയ്യാറുണ്ട്. അന്നേരം ഞാൻ വലിയൊരു കൗൺസിലറാകും. ഞാൻ കൗൺസിൽ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ മെറീനോട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെറീനോടും പറയുന്നത്. നമ്മൾ ചില സമയത്തുള്ള വഴക്ക് ഇതായിരിക്കും. കാരണം എനിക്കിഷ്ടമല്ല മെറി വേറെ ആരെങ്കിലും മെറീനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു, മെറിയുടെ ഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു, അവളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു, അത് കേട്ടിട്ട് മെറി അപ്സെറ്റ് ആകുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ബി സ്ട്രോങ്. ഞാൻ പറയണം, എൻ്റെ അമ്മ പറയണം, അവളുടെ അച്ഛൻ പറയണം, അവൻ്റെ സിസ്റ്റർ പറയണം, അല്ലെ അവളുടെ ഫാമിലി ആരെങ്കിലും പറയണം. അവരാരും പറയുന്നില്ല. അവർക്ക് ആർക്കും ഇല്ലാത്ത ഇഷ്യൂ ഈ ഇവിടെയുള്ള ആൾക്ക് ഉണ്ടായിട്ട് അത് കേട്ട് ഒരു വാല്യൂ ഇല്ലാത്ത ആൾ പറഞ്ഞിട്ട് മെറി വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ